അപ്പോൾ രാവിലെ പടത്തിൻ്റെ പൂജയുണ്ട്. ഞാൻ നൈറ്റ് പ്രോപ്പറായിട്ടങ്ങ് ഉറക്കം ശരിയായില്ല. ഒന്നാമത് സ്ഥലം മാറിയതിൻ്റെ പിന്നെ എന്തൊക്കെയോ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടായിരുന്നു. 2:00 ഉറങ്ങിയപ്പോൾ. പക്ഷെ രാവിലെ ഒരു 5 ആയപ്പോൾ എണീറ്റു. എനിക്ക് ശരിക്കും ആരൊക്കെയുണ്ട് പടത്തിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. കാരണം ഞാൻ മിനിഞ്ഞാന്നാണല്ലോ പടത്തിലോട്ട് ജോയിൻ ആയത്. വലിയ തണുപ്പൊന്നുമില്ല. ഞാൻ വിചാരിച്ചു ഭയങ്കര തണുപ്പായിരിക്കും എന്നാണ് വിചാരിച്ചത്. ഇത് എൻ്റെ ബാൽക്കണി എന്നുള്ളൊരു വ്യൂ ആണ്. നൈറ്റ് ലേറ്റായിട്ട് വന്നുകൊണ്ടേ 7:30 ആയി എത്തിയപ്പോൾ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് താഴോട്ട് ഇറങ്ങുന്നതേ ഉള്ളൂ. അപ്പോളേ കൂടുതൽ അറിയുള്ളൂ ഈ താമസിക്കുന്ന സ്ഥലത്തിനെ പറ്റി. നൈറ്റ് വന്നപ്പോൾ നമ്മൾ ഡയറക്റ്റ് എല്ലാവരെയും കണ്ടങ്ങ് സംസാരിച്ച് റൂമിലോട്ട് കയറിയല്ലോ. അങ്ങനെ രാവിലെ ലൊക്കേഷനിൽ പൂജ നടക്കുന്നിടത്ത് എത്തി. ഈ വീട് തന്നെയാണ് നമ്മുടെ മെയിൻ ലൊക്കേഷൻ. ഒരു എസ്റ്റേറ്റിനകത്തുള്ളൊരു ചെറിയൊരു റെസ്റ്റ് ഹൗസ് പോലൊരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ ഷൂട്ട് തുടങ്ങുന്നതിനൊക്കെ മുന്നേ എല്ലാ റൂമിലൊക്കെ കയറി പൂജയ്ക്കിടെ സമയത്ത് റൂംസിൻ്റെയൊക്കെ വീഡിയോസൊക്കെ എടുത്തു. ഇതെല്ലാം ആർട്ടിൻ്റെ പ്രോപ്പർട്ടീസാണ്. ആർട്ടുകാർ ചെയ്തു വയ്ക്കുന്ന കാര്യങ്ങൾ സമ്മതിക്കണം, അൺബിലീവബിളാണ്. നമുക്ക് ആർട്ടാണെന്ന് മനസ്സിലാവില്ല. പക്ഷെ ആൾക്കാരുടെ എക്സ്പീരിയൻസ് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലാവും, ആർട്ടിസ്റ്റിനൊക്കെ ആർട്ട് കണ്ടാൽ. ഇത് ഇപ്പോൾ പൂജയുടെ കുറച്ച് വിഷ്വൽസാണ്. പൂജ തുടങ്ങിയിട്ടില്ല. ഞാൻ അധികം എൻ്റെ പൂജയുടെ വിഷ്വൽസ് ഞാൻ വിളക്ക് കത്തിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഞാനതൊന്നും ലൊക്കേഷനിൽ നിന്ന് എടുത്തില്ല. എൻ്റെ ഫോണിൽ ഞാൻ ഇത്രയൊക്കെ എടുത്തുള്ളൂ. പൂജ ഒക്കെ കഴിഞ്ഞിട്ട് വേറെ ഏതോ അടുത്ത് തന്നെ ആയിരുന്നു, തോട്ടത്തിലോ മറ്റോ ആയിരുന്നു ഷൂട്ട്. അപ്പം ഞാൻ കുറേ സമയം അങ്ങനെ അവിടെ നിന്ന് അമ്മയോട് ഫോണിൽ സംസാരിച്ചു. എവിടെ പോയാലും റെഗുലറായിട്ട് റൊട്ടീനായിട്ട് കുറച്ച് നേരം അമ്മയോട് സംസാരിക്കുക എന്നുള്ളൊരു പതിവാണ്. അപ്പോൾ അങ്ങനെ അമ്മയോട് കുറച്ച് നേരം സംസാരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അവിടെയുള്ള സമയം ഞാനും ഹേമന്തും കൂടെ കുറേ നേരം വർത്തമാനം പറഞ്ഞിരുന്നു. അത് ജോജി മുണ്ടക്കയമാണ്. ജോജി മുണ്ടക്കയം ചേട്ടൻ ആക്ടറാണ്. അത് കഴിഞ്ഞ് കുറേ നേരം വർത്തമാനം പറഞ്ഞിട്ട് ഞാൻ ഹേമന്തും ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിട്ട് അങ്ങ് ഇറങ്ങി. അപ്പോൾ ഇന്ന് ഷൂട്ട് തുടങ്ങിയിട്ട് 6 ദിവസമായി. ഞാൻ എത്ര ദിവസം ഉണ്ടെന്ന് എണ്ണി നോക്കുമായിരുന്നേ. ആക്ച്വലി 6 ദിവസത്തിൽ എനിക്ക് 5 ദിവസത്തിൽ വർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഈ അങ്ങനെ വലിയ വർക്കല്ല, ചെറിയ വർക്ക് തന്നെയാണ്. പക്ഷേ ആ ഫാമിലിയിലെ ഒരു മെമ്പറാണ്. അപ്പോൾ ഒരു ഫാമിലി ഡ്രാമ പോലത്തെ സാധനമാണ്. അപ്പോൾ ഫാമിലിയിലെ മെമ്പറാകും കുറച്ച് കാര്യങ്ങളിലൊക്കെ അവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് വർക്ക് അങ്ങനെ. അപ്പോൾ എൻ്റെ വീട്ടുകാരൊക്കെ 2 ദിവസം മുന്നേ ലൊക്കേഷനിൽ വരാം എന്ന് വിചാരിച്ചിരുന്നു. അച്ഛനും അമ്മയും അനിയനും അല്ലാതെ അമ്മാവനും അമ്മായിയും ഉണ്ട്, മസ്കറ്റിലാണ്. അപ്പോൾ അവർ കഴിഞ്ഞ ഫ്രൈഡേ വന്നിരുന്നു. അപ്പോൾ അമ്മാവനും അമ്മായിയൊക്കെ കൂടെ എല്ലാവരും കൂടി ലൊക്കേഷനിൽ വരാം എന്നിങ്ങനെ തീരുമാനിച്ചിരുന്നു. അപ്പം ഞാൻ ലൊക്കേഷനിൽ നിന്ന് പെർമിഷനൊക്കെ എടുത്തില്ല, ഇവരോട് പറഞ്ഞില്ല. ഞാൻ വിചാരിച്ചില്ല ഇവർ വന്ന ഉടനെ കോട്ടയത്ത് കുമരകത്ത് സൂറിയിൽ റൂം ബുക്ക് ചെയ്ത് അവരങ്ങനെ പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും അവർ ഓൾറെഡി വേറെ പ്ലാൻ ഇട്ടു. അതുകൊണ്ട് വരാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് പക്ഷേ കുട്ടേട്ടന് പാക്കപ്പായി. അപ്പോൾ കുട്ടേട്ടന് അപ്പോൾ ഇനിയിപ്പോൾ അവർ വന്നാലും കുട്ടേട്ടനെ കാണാൻ പറ്റില്ല. അപ്പോൾ എനിക്കും അറിയില്ലായിരുന്നു ഇന്ന് കുട്ടേട്ടന് പാക്കപ്പ് ആവുന്നു, വിജയരാഘവൻ ചേട്ടന് പാക്കപ്പ് ആകുമെന്ന്. അപ്പോൾ ഇന്നെനിക്ക് ഭയങ്കര സങ്കടമായി. അയ്യോ പുള്ളിക്ക് പാക്കപ്പ് ആകുവാണല്ലോ. ഭയങ്കര സ്നേഹത്തോടു കൂടി സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇന്ന് ഞാൻ കുറേ നേരം പോയിരുന്ന് സംസാരിച്ചു, കുറേ നേരം. അവസാനം ഞാൻ പിന്നെ ഭയങ്കര തണുപ്പായി. കുട്ടിക്കാനത്തൊരു ഇന്ന് ഭയങ്കര കോടയായിരുന്നു.
ഒരു 5 ആയപ്പോൾ കോട ഇങ്ങനെ നമ്മളൊരു വരാന്തയിരുന്ന സംസാരിക്കുന്നത്, കോട കൂടിയപ്പോൾ എന്നോട് വിജയരാഘവൻ സാറ് പറഞ്ഞു, ചെറിയ ചുമയുണ്ടല്ലോ കൊച്ചേ, അകത്ത് കയറിപ്പോയിക്കൊള്ളാൻ പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ വീട് നടക്കുന്ന ഒരു തറവാട്ടിലാണ്, അപ്പം ഞാൻ പിന്നെ അകത്ത റൂമിൽ പോയി കിടന്നു. അപ്പോൾ എൻ്റെ സാറ് പറയായിരുന്നു, നമ്മൾ ഈ ദൈവം ഉണ്ട് എന്ന് വിശ്വസിച്ചാണല്ലോ പ്രാർത്ഥിക്കുക, നമുക്കറിയില്ലല്ലോ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ലല്ലോ. അതുപോലൊരു സാധനമാണ് പ്രണയം. ആക്ച്വലി അങ്ങനെ ഒരു സാധനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളതിനെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സായിട്ട് കണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു സാധനമാണ് എന്ന് ഇങ്ങനെ ആ ഒരു കമ്പാരിസൺ എനിക്ക് ഭയങ്കര അർത്ഥവത്തായിട്ട് തോന്നി. അപ്പം അങ്ങനെ ഇന്ന് പുള്ളിയോട് കുറേ നേരമൊക്കെ സംസാരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് പുള്ളിക്ക് ക്യാരക്ടർ ഗെറ്റപ്പിൽ ഫോട്ടോ എടുക്കുന്നത് പുള്ളിയുടെ പ്രോപ്പർ ബ്യൂട്ടി കിട്ടില്ല എന്നുള്ളതുകൊണ്ട് അത് കഴിഞ്ഞ് പിന്നെ പുള്ളി റെഡിയായി കഴിഞ്ഞ് ഞാൻ ക്യാരവാനിൽ പോയി ഫോട്ടോ എടുത്തു. ഞാൻ അതെവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടേട്ടൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ ക്യാരവാനിൽ കയറി പുള്ളിയുടെ നോർമൽ ഗെറ്റപ്പിൽ കുറച്ച് ഫോട്ടോസ് എടുത്തു. പിന്നെ ഭയങ്കര തിരക്കായിരുന്നു, പെട്ടെന്ന് ഇറങ്ങി. അപ്പോൾ പൂജ കഴിഞ്ഞ അന്ന് ആക്ച്വലി പൂജയ്ക്ക് അധികം ആർട്ടിസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ ഞാനും കൂടെ ജോയിൻ ചെയ്തത്. പൂജയുടെ അന്ന് വർക്കില്ലായിരുന്നു. പിന്നെ പൂജ കഴിഞ്ഞ് പിന്നെ ഞാനും ഹേമന്തൊക്കെ കുറച്ച് നേരം വർത്താനം പറഞ്ഞിരുന്നു. എനിക്ക് പക്ഷേ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയൊരു കാര്യമാണ്, ഹേമന്ത് എന്ന് പറഞ്ഞ ആക്ടർ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, ഡോക്ടർ ലവ്, ഓർഡിനറി, കുറേ സിനിമയിലുണ്ട്. അപ്പോൾ ഹേമന്ത് സിനിമയിലേക്ക് വന്ന വഴി ഞാൻ ഭയങ്കര കൗതുകത്തോടു കൂടി ഇരുന്ന് കേട്ടൊരു കഥയാണ്. ഹേമന്ത് പറയുമായിരുന്നു ഹേമന്ത് സിനിമയിലോട്ട് എങ്ങനെയാണ് വരുന്നത്. ഹേമന്ത് വടകര, മലപ്പുറം ആ ഭാഗത്ത് എൻജിനീയറിങ്ങിന് പഠിച്ചത്. പ്രോജക്റ്റിന് കൊച്ചിയിലോട്ട് വന്നതാണ് ട്രെയിനിൽ. അപ്പോൾ ട്രെയിനിൽ വെച്ചിട്ട് എനിക്ക് പുള്ളിയെ സെലക്ട് ചെയ്ത ആളെ ഡൗട്ട് ഉണ്ട്, അതുകൊണ്ട് തെറ്റുണ്ടാന്ന് വെച്ചാൽ ഞാൻ പേര് പറയുന്നില്ല. എനിക്ക് ആളെ അറിയാം, അത് തന്നെയാണെന്നൊരു ചെറിയ കൺഫ്യൂഷൻ. അതുകൊണ്ട് ആ പേര് പറയാതെ ഞാൻ പറയുന്ന ഒരു കൺട്രോളർ പുള്ളിയൊരാൾ, ഒരു പ്രൊഡ്യൂസർ, പുള്ളിയെ ട്രെയിനിൽ വെച്ച് കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു, ഫാസിലിൻ്റെ പുതിയ പടത്തിന് ഹീറോയെ നോക്കുന്നുണ്ട്, അപ്പോൾ താല്പര്യമുണ്ടോ, ഹേമന്തിനെ കണ്ടാലൊക്കെ നല്ലതാണ്. അപ്പോൾ ഹേമന്ത് വിചാരിച്ചു എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ആ പ്രൊഡ്യൂസർ ഹേമന്തിനെ ഫാസിൽ സാറിൻ്റെ വീട്ടിൽ പോയിട്ട്, ഞാനും പാച്ചിക്കയുടെ വീട്ടിൽ ഫാസിൽ സാറിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. ഞാനൊരു 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഓഡീഷന് വേണ്ടിയിട്ട്. പുള്ളി എന്നെ എടുത്തില്ല. അപ്പോൾ അങ്ങനെ ഹേമന്തിനെ അങ്ങനെ ഈ പ്രൊഡ്യൂസർ ഫാസിലിൻ്റെ വീട്ടിൽ കൊണ്ടുപോകും, ഓഡിഷൻ ചെയ്യും. അപ്പോൾ ഫാസിൽ സാറിന് ഇഷ്ടമായി ഹേമന്തിനെ കണ്ടായിരുന്നു. അപ്പം സെലക്ട് ചെയ്തില്ലെന്ന് തോന്നുന്നു, പക്ഷെ ഉടനെ തന്നെ കുറച്ച് നാളിന് ഹേമന്തിനെ സെലക്ട് ചെയ്തു. അപ്പോൾ എൻജിനീയറിങ്ങിൻ്റെ പ്രോജക്റ്റിനായിട്ട് കൊച്ചിയിൽ വന്ന ട്രെയിനിൽ നിന്നാണ് ഹേമന്തിൻ്റെ ലൈഫിലോട്ട് സിനിമ വരുന്നത്. നമ്മളെ ചിലരൊക്കെ സിനിമ എന്ന് പറഞ്ഞാൽ എത്ര നടന്നിട്ടായിരിക്കില്ലേ സിനിമ കേട്ടോ, അല്ലെങ്കിൽ എത്രയോ നടന്നാൽ കിട്ടുന്നില്ല. അപ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് ഡെസ്റ്റിനി ആണെന്നുള്ളതേ. ഞാൻ ഈ ഹേമന്തി പറഞ്ഞ കഥ ഞാനിങ്ങനെ പിന്നെ ആലോചിച്ചു, എന്തൊരു അത്ഭുതമാണ്. ഒരു യാത്രക്കിടയ്ക്ക് ഒരു സിനിമയിലോട്ട് അങ്ങ് എൻ്റർ ആകുകയാണ്. അങ്ങനെ ഡെയിലി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറഞ്ഞിരിക്കും. അങ്ങനെയൊക്കെ ഞാൻ പിന്നെ ലൊക്കേഷനിലെ വിഷ്വൽസൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു പല ദിവസവും, പക്ഷെ ഞാനൊന്നും എടുത്തില്ല. കാരണം അങ്ങനെ എടുക്കുന്നതിന് റെസ്ട്രിക്ഷൻ ഇല്ല ലൊക്കേഷനിൽ. പക്ഷെ എനിക്ക് തന്നെ എക്സ്പോസ് ചെയ്യാനൊരു മടിയേ. അവർക്ക് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും ഒരു വിഷ്വലൊക്കെ ഞാൻ എടുക്കുന്നതിൽ വന്നാൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടാവില്ലേ. അതുകൊണ്ട് ഞാൻ പിന്നെ ലൊക്കേഷനിലൊന്നും എടുത്തില്ല. അങ്ങനെ അതൊക്കെയാണ് വിശേഷം. എനിക്കിനിയിപ്പോൾ നാളത്തെ വർക്കും കൂടി കഴിഞ്ഞാൽ മറ്റന്നാൾ രാവിലെ ഞാൻ കൊച്ചിയിൽ പോകും. എനിക്കൊരു 4 ഡേ ഓഫുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുട്ടിക്കാനത്തന്നെ വരും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇതുവരെയുള്ള ഷൂട്ടിൻ്റെ വിശേഷം. ഒരു കുട്ടി വർക്കാണ്, പിന്നെ കുറച്ച് കൂടുതൽ ഡേ വർക്ക് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ.